അപ്പോ ലെറ്റ്സ് ഗോ ഒട്ടാവ. കാനഡ ഒട്ടാവയിൽ കൂറ്റൻ ബിൽഡിംഗ്. അതാ ഒരാൾ ഓടി അകത്തോട്ടേക്ക് പോകുന്നു. കാര്യം നമ്മളിതാ കാണുന്നതാണ് പാർലമെന്റ്. തിളച്ച വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സൈക്കിൾ കാണിച്ചു തരാം. Very hard work. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ്? നമ്മുടെ കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവ. യെസ്, അതും നമ്മുടെ പാർലമെന്റിന്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ കാനഡയിൽ വന്നിട്ട് ഒരു ലോങ് ട്രിപ്പും കൂടെയാണ്. നമ്മള് 3 ദിവസം. അതെ, അത് 3 ദിവസത്തെ. ഈ മനുഷ്യനല്ല, നമ്മുടെ. അപ്പൊ എന്തുണ്ട് പറയാൻ? ഒന്നും പറയാനില്ല. സെറ്റാക്കും, അടിപൊളിയാക്കും. നമ്മള് അടുത്ത 2 ദിവസം ഇവിടെ നിന്ന് നേരെ ക്യൂബക്, അതെ, ഓൾഡ് ക്യൂബക്കിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മൗണ്ട്രയില്, പിന്നെ മൊത്തത്തിലൊന്നൊരു അടിച്ച് കറക്കം. അത്രേ ഉള്ളൂ. എന്നെ എന്തായാലും ഫുൾ ട്രിപ്പ് കണ്ടുവരും. അയ്യോ, ഊട്ടി പോന്നു. ബൈ. എവിടെ പോന്നു? അപ്പോ ലെറ്റ്സ് ഗോ ഒട്ടാവ. അഞ്ജലി ഒന്ന് പറയോ? അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതുപോലത്തെ സെറ്റപ്പിലൊരു വണ്ടി. വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം, പിന്നെ PR വേണം. കാണാലോ. ഓക്കെ, സ്വപ്നം കാണുന്നതിന് ആർക്കും നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണോ പറയാം. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് വണ്ടി വാങ്ങിക്കുന്നു, അതും BMW. അപ്പൊ നമ്മള് യാത്ര തിരിച്ചു. ഏകദേശം 5 മണിക്ക് തിരിക്കാൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ സമയം 6 മണിയായി. കുഴപ്പമില്ല. നമ്മള് അതെ, ഇപ്പൊ നമ്മള് 3 ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മള് എപ്പോഴും ഉള്ള ടീം തന്നെയാണ്. നമ്മുടെ അബി ബ്രോ ഫാമിലി, അഞ്ജലി, പിന്നെ നമ്മുടെ ജെറിൻ, നമ്മുടെ ആംബ്രോ മുതലാളി, പിന്നെ അലീന, പിന്നെ മീനു, അമ്മു. നമ്മളെല്ലാരും കൂടെ 7 സീറ്റർ ഒരു കാർ. പിന്നെ ഞാനും. അപ്പോൾ അങ്ങനെ ഏകദേശം ഇവിടുന്ന് 5-6 hours ഡ്രൈവ് ഉണ്ടല്ലേ? 4 hours ആണ്. അതെ. അപ്പോൾ നമ്മൾ ഒട്ടാവയിലേക്കാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾഡ് ക്യൂബക്കിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് മൗണ്ട്രയിൽ. അങ്ങനെ 3 ദിവസത്തെ പരിപാടിയാണ്, ഇന്നും കൂടെ കൂട്ടിയിട്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മളിവിടെ വന്നിട്ടൊരു ലോങ് ട്രിപ്പ് നമ്മൾ ആദ്യമാണേ. അപ്പൊ ഇനി എന്തേ നമ്മള് സെറ്റ് അല്ലേ ബ്രോ? സെറ്റ്. കാർ എങ്ങനെയുണ്ട്? അടിപൊളി. കാറിന്റെ വിശേഷങ്ങള് പതിയെ പറയാം. നമ്മള് ഒരു റെന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പൊ എന്തായാലും നല്ല വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ നമ്മള് തിരിക്കല്ലേ? അപ്പൊ നേരെ അങ്ങോട്ടോ ഒട്ടാവ. സെറ്റല്ലേ അമ്മു? എല്ലാരും ഓക്കെ ആണ്. ഡബിൾ ഓക്കെ. നമ്മുടെ ആംബ്രോ ഒന്നും അറിയാതെ നല്ല തുടങ്ങിയല്ലേ? കുറച്ച് കഴിയുമ്പോ വെയിലടിക്കുമ്പോ ഇത് മൊത്തം ബ്ലാക്കായി പോകും. ഇച്ചിരി നല്ല പൊട്ടും കടലക്കറിയും കിട്ടിയ. ഞാൻ ഇവരോട് പറഞ്ഞതാണ്, രാവിലെ കുറച്ച് ഇഡ്ഡലിയും സാമ്പാർ ചമ്മന്തിയും ഇച്ചിരി രസവടയും. നമ്മളെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മള് 1 മണിക്കൂറേ ഉറങ്ങുള്ളൂ. ആക്ച്വലി എല്ലാരും തിരക്കായിരുന്നു, അതുകൊണ്ടാ പിന്നെ ഞാൻ കടുപ്പിച്ചില്ല.
പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മള് പുറത്തു ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മള് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, പോയി എവിടെയെങ്കിലും ഒരു വഴിയോരത്ത് ഇച്ചിരി ഇഡലി സാമ്പാറൊക്കെ വെച്ച് ഇച്ചിരി മുളക് പൊടിയൊക്കെ വെച്ച് സീനാണ്, അടിപൊളിയാണ്. ഓർമ്മ വരുന്നു കുറെ. Breakfast? Starters. നമ്മൾ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ടും അരമണിക്കൂർ ടിമ്മിലും അതായത് അരമണിക്കൂറിന് മേലെ ഒരു 2 ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സാധനം ഓർഡർ ചെയ്തു. ആക്ച്വലി അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 പാവം പിള്ളേരായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ഒരു ഫുഡ് കോർട്ടാണ്. അപ്പം കുറെ ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വാഷ്റൂമിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ എനിവേ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് ഒട്ടാവയിലേക്കുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, നമുക്ക് ഇന്ന് ബ്രഞ്ചാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ട്രാവൽ തന്നെ. അപ്പോൾ അവിടെ വണ്ടി സെറ്റാണ് കേട്ടോ. ഇതാ ഒരു നൈസ് ബൈക്ക് ഇരിപ്പുണ്ട്. സൂപ്പർ അഡ്വഞ്ചർ. ചകരേ ഇവളുടെ ഡാൻസ് ആയിരുന്നു. അമ്മു ഡാൻസ് കളിക്കും, അവൻ ഡാൻസ് കളിക്കും. മേടിച്ചോണ്ട് പോണം. മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടെന്നാണ് വിചാരം. എണീറ്റിങ് അയ്യോ അമ്മ, അയ്യോ വേണ്ടേ വേണ്ട, ടയർഡാണ്. മേടിക്കാൻ പറയുമ്പോ ഫോണെങ്കിലും ഒന്ന് KTM-ന്റെ നമുക്ക് 390 മേടിക്കാം. പുതിയ 390 അടിപൊളിയാ, നമുക്ക് അത് സെറ്റ് ചെയ്യാം. എവിടെ അത് മതിയാ? പുറത്ത് പോകുന്നുണ്ട് ആൾക്കാരും കാലത്തുണ്ട്. കാനഡ ക്യാപിറ്റൽ. അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ ഒട്ടാവ നമ്മുടെ പാർലമെന്റിന്റെ തൊട്ടടുത്തൊരു പാർക്കിംഗ് സെന്ററിൽ വന്ന് പാർക്ക് ചെയ്തു. $10 കൊടുത്തിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇന്ന് ഫുള്ളും ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർലമെന്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ, പാർലമെന്റ് കാണാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് കറങ്ങി നടക്കാം. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഫുൾ ഡേ $10 അല്ലേ? $10. നമ്മുടെ പാർലമെന്റിന്റെ തൊട്ടടുത്തേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ഇവിടുത്തെ ഒട്ടാവയില് ബസ്സിന്റെ നമ്മുടെ
ആന വണ്ടിയുടെ കളർ വന്നിട്ട് ബ്ലൂ ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ. ലേഡി മങ്കിയ പണ്ട് ലേഡി. കാനഡ ഒട്ടാവയില് കൂറ്റൻ ബിൽഡിംഗ്. അതാ ഒരാൾ ഓടി അകത്തോട്ടേക്ക് പോകുന്നു. കാര്യം സംസാരിച്ച് അമ്മുവിന്റെ ബാഗും അമ്മുവിന്റെ ക്യാപ്പൊക്കെ അവിടെ വെച്ച് മറന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മീൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ജാക്കറ്റ്, ക്യാപ്പ് കൊള്ളാം. ക്യാപ്പില്ലേ? അപ്പൊ ക്യാപ്പ് മിസ്സായ. ബാഗിലാ. ഇപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ലാസ്റ്റ് കാണിച്ച പോലീസിനോട് മീനു പോയി ചോദിച്ചത്, കുറച്ച് നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുറെ ആൾക്കാർ, ഇവിടുത്തെ മിനിസ്റ്ററിയിലൊക്കെ ഉള്ള ആൾക്കാർ, അതെ അപ്പോ ഇവിടുത്തെ പാർലമെന്റിലേക്ക് കുറെ അംഗങ്ങളെ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ചിലപ്പോ പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവുമോന്ന് നമ്മളൊന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാനഡ ഡേ ആയതുകൊണ്ട് കാനഡ ഡേ വരുന്നോണ്ട് പ്രസിഡന്റ് നിങ്ങളായിരുന്നു. അല്ല, കോമൺവെൽത്ത് ഓർഗനൈസേഷന്റെ കുറച്ച് കൺട്രീസിന്റെ റെപ്രസെന്റേറ്റീവ് വന്നിട്ട് അതിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇന്നലെ പ്രസിഡന്റ് എന്റെ അടുത്ത് ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നില്ല. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ആ ഒരു സഭാകമ്പം മാറിയില്ലേ? ഞാൻ പറഞ്ഞ പോലീസിനോട് പോയി സംസാരിക്കുക, വളരെ കൂളായിട്ട് സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനൊക്കെ പണ്ടേ കുഞ്ഞിലേ മുതല് സംസാരിക്കാൻ തുടങ്ങി. അതെ, നമ്മള് സ്റ്റേഷനിലായിരുന്നു. അച്ഛന്റെ രോദന. ഇതാ നമ്മളിതാ കാണുന്ന ആ ബസ് പോലെ ഇരിക്കുന്ന ആ ചെറിയ ബോട്ട്. ഇത് ബീച്ചിലാണോ ലേക്കിലാണോ? ലേക്കില്. ഓക്കെ, ഇത് ലേക്കിലേക്ക് ഇറങ്ങുന്ന ബസ്സാണ് കേട്ടോ. ആക്ച്വലി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ട്രൈ ചെയ്യണം. എന്തായാലും കൊള്ളാല്ലേ? അപ്പൊ ഇത് മുങ്ങി കിടക്കോ? ഇത് സംഭവം. ഇത് എത്രയാ വരുന്ന ടിക്കറ്റ്? 60. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാണ്. എന്തായാലും കൊള്ളാം. ഇവിടെ ഇച്ചിരി ഓൾഡ് ബിൽഡിംഗ് ആയിട്ടുള്ള നമ്മുടെ ഡൗൺ ടൗണിൽ, നമ്മുടെ ടൊറന്റോയിലുള്ളതിനേക്കാളും ഭയങ്കര ഒരു വ്യത്യസ്തതയുണ്ട് അല്ലേ? കല്ലൊക്കെ കൊണ്ട് ചെയ്ത ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. എല്ലാ ഒരുവിധ ബിൽഡിങ്ങിലൊക്കെ ക്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിലൊക്കെ ക്ലോക്കൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന പാർലമെന്റ്. ഇതാ റൂഫ് ഓപ്പൺ ബസ്. ഇതാ നമ്മുടെ കാനഡയിലെ ഒട്ടാവയിൽ കംപ്ലീറ്റ് ഇവിടുത്തെ സിറ്റി മൊത്തം കാണിക്കുന്ന ബസ്സാണ്. $50 അങ്ങനെ എന്തോ ആണ്. കൺസ്ട്രക്ഷൻ നടക്കുവാണ്. എന്തൊക്കെയോ നമ്മളിതാ കാണുന്നതാണ് പാർലമെന്റ്.
ആക്ച്വലി അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കണുണ്ട്. ഇത് മാത്രല്ല, ഇതിന്റെ ഭാഗമാണ് ഈ കാണുന്ന അങ്ങറ്റം വരെയുള്ള ഫുൾ ബിൽഡിംഗ്. ഇതും പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. ഒരു സത്യം പറഞ്ഞ ഒരു ചർച്ചിന്റെ ഒരു ലുക്ക് പോലെയുണ്ട്. ആക്ച്വലി മറ്റന്നാളാണ് കാനഡ ഡേ. അപ്പോൾ മറ്റന്നാൾ എന്തായാലും ഇവിടെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പ്രസിഡന്റ് ഒക്കെ ഇവിടെ കാണുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും കാണും. അപ്പം മറ്റന്നാൾ നമ്മൾ വരാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ സമയത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെച്ചു. വെള്ളത്തിൽ നിന്ന് തീ. ഇതിന്റെ ഗുഡൻസ് എന്താണത്? തിളച്ച വെള്ളമാണ് തോന്നുന്നു കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് കേട്ടാ ഇത്. ആണോ? നല്ല ചൂട്. എന്തായാലും നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ മണമുണ്ട്. എന്തായാലും നല്ല സ്മെല്ലാ, ഗ്യാസിന്റെ സ്മെല്ലാ ഇവിടെ. 1966 ഇത് ആദ്യമായിട്ട് കത്തിച്ചത്. ആരാണ്? അന്നാളത്തെ പ്രൈം മിനിസ്റ്റർ ലെസ്റ്റർ പിയേഴ്സൺ. അല്ല, സെക്കൻഡ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റിൻ ട്രൂഡോ 2017 150 years ആയി കോൺഫെഡറേഷൻ കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതില് കോയിൻസ് ഇടുന്നുണ്ട്. ഈ കോയിൻസ് എല്ലാം ഇവിടുത്തെ കനേഡിയൻസിന്റെ, അതായത് ഡിസബിലിറ്റീസ് ഉള്ള കനേഡിയൻസിന് വേണ്ടി ഇവര് ഫണ്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഈ വെള്ളത്തിന് ഭയങ്കര ചൂടായിരിക്കും. ഞാൻ അത് ചെക്ക് ചെയ്യാൻ പോവാ. പേടിക്കേണ്ട കാര്യമില്ല, നല്ല മണമുണ്ട്. കാനഡയിലെ പനിനീരാണ്. തളിക്കട്ട ഒരു തുള്ളി തല വീണാ രക്ഷപ്പെടുന്ന. ആക്ച്വലി ഇപ്പോ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇപ്പൊ ഇവിടെ കാണുന്ന നമ്മള് ഈ കോയിനോ എന്താ പറയുന്നത്, അല്ല ഈ സിമ്പിൾ, കാനഡയിലുള്ള ഓരോ പ്രൊവിൻസിനെയും സൂചിപ്പിച്ചിട്ടുള്ള സിംബൽസ് ആണ്. അത് ഓരോ വർഷത്തിന്റെയും ഏത് വർഷമാണ് ഇതായത് എന്നുള്ളതാണ് ആ ഓരോ സിംബലിന്റെ താഴെയായിട്ട് കിട്ടിയത്. അതെ, അതായത് ഇതായിരുന്നു ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പേര് വന്നതും മീൻ അങ്ങനെയൊക്കെ എക്സെട്ര. അപ്പോ ഇതൊക്കെയാണ് സംഭവം കേട്ടോ. നമുക്ക് ഒരു കൺട്രി ആയിട്ട് 100 years ആയതിന്റെ ഒരു ഇതിലാണ് പിന്നീട് ജസ്റ്റിൻ ട്രൂഡോ ഇത് കത്തിച്ചത്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു സൈക്കിൾ കാണിച്ചു തരാം. ഇതാ ഒരു സൈക്കിൾ കണ്ടോ? ഇത് നമ്മള് പണ്ട് കൊള്ളാല്ലേ സൈക്കിൾ കണ്ട? പണ്ട് നമ്മള് പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ട്. ടിക്കറ്റ്സ് ആണ് നമ്മുടെ ബസ്സില്. നമ്മുടെ ഈ കാനഡയെ കുറിച്ച് എടുത്ത് പറയുന്ന ഒരു കാര്യം, കിട്ടില്ല കാര്യമാണ്. ഒന്നീ അങ്ങേറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റം. മഞ്ഞാണെങ്കിൽ കൊട്ടും മഞ്ഞ്, ചൂടാണെങ്കിൽ കൊട്ടും ചൂട്, നമ്മളിങ്ങനെ കരയും. പിന്നെ മഴയാണെങ്കിൽ ഇടിയും മിന്നലും കാറ്റും എല്ലാം കൂടെ തുടങ്ങിയ ഇതിന്റെ ഒരു നടുക്കിലത്തെ ഒരു സ്റ്റേജ് ഇല്ല. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം ഉള്ളതാണോ, മുമ്പൊക്കെ ഉണ്ടാവുമായിരിക്കും, നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്തായാലും വി ലൈക്ക് കാനഡ അല്ലേ? അടിപൊളിയാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സംഭവമാണ്. നമ്മളെ വീട്ടിലെല്ലാരും മിസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിനെയൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ എന്താ ചെയ്യുന്നത്. അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അബി ആക്ച്വലി നാട്ടിലേക്കാൾ എൻജോയ് ചെയ്യുന്നത് ഇവിടെയാണ്. നാട്ടിലേക്ക് തിരിച്ചു വരില്ല. അതെന്തായാലും നമ്മുടെ ജന്മനാട് വിട്ടിട്ടുള്ള യാതൊരു കാര്യമില്ലല്ലോ. നമ്മുടെ ജന്മനാട് നാട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഫ്യൂച്ചറൊക്കെ ചിലപ്പോഴും നമ്മൾ നോക്കുമ്പോഴും നമ്മളെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോഴും മാറി ചിന്തിക്കേണ്ടി വരും.
എന്നാലും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ നാട്, നമ്മുടെ റേഷൻ കടയും നമ്മുടെ ക്ലബ്. അതാണ് റേഷനരി റേഷനറി. അതെ മിക്സ് മിസ്. അടി 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 അടി. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിപ്പോ ഓസ്മോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷവർമ ഷോപ്പിൽ നിന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ കാനഡയിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, ഷവർമ ഷോപ്പാണ്. അപ്പോ നമ്മളിനിപ്പോ നേരെ ഇവിടെ ഒട്ടാവ എന്നുള്ള ഒരു വെഡിങ്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി അവിടെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. പിന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിന്റെ പേര് അറിയാം, നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ദൂരെ ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് അതന്നെ. ആ ബ്രിഡ്ജിന്റെ അതുവഴി നമ്മൾ വണ്ടിയിൽ പാസ് ചെയ്ത് പോകും. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങും. നമ്മൾ ഇവിടുന്ന് നേരെ വൈകിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഓൾഡ് ക്യൂബക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സ്റ്റേ ഓൾഡ് ക്യൂബെക്ക്. അപ്പൊ അത് ഇവിടുന്ന് ഒരു 4.5 hours 5 hours ചിലപ്പോ ആവും നമ്മൾ ഇടയ്ക്ക് നിർത്തി. അതെ അതെ. അപ്പൊ അവിടെ 4 മണിക്കൂർ, ഇവിടുത്തെ 4 മണിക്കൂർ ഉണ്ട് അങ്ങോട്ടുള്ള ട്രാവല്. അപ്പോ 10 മണിക്കകത്ത് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹോട്ടല് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളൊരു 4 മണിക്കെങ്കിലും ഇവിടെ നിന്ന് തിരിക്കണം. ഇപ്പം മണി 3 ആയി. ഇവിടെ കാണാൻ കുറെ സ്ഥലങ്ങളും ഈ പറഞ്ഞ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് 2 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇനി സമയം കിട്ടുമ്പോൾ വരാം. ഇപ്പോ അബി അജ്ലിയായിട്ട് എന്താ പിണക്കത്തിലാണ്, കണ്ട അവര് മോൻ കണ്ട അറിയാം, പിണക്കത്തിലാണ്. ഗേസ് പറയുന്നതാണ് എന്താണ് പിണക്കത്തിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത അതിനൊരു വീഡിയോ വേറെ കുട്ടിക്ക് പറയാൻ പറയാൻ പറ്റില്ല. അമ്മ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പൊളിക്കുക ഗേസ്. ഇതാരാ, കനേഡിയൻ ആക്ട്രസ് ആണോ? എടാ നമ്മുടെ കുട്ടപ്പൻ പുതിയ കാഴ്ചകളുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ പോകാത്ത സ്ഥലമില്ല. നൊട്ടാവ, മോൺട്രിയല്, ഇനി ക്യൂബക്ക് കൊടുക്കാണ്. കാറ്റ് കാറ്റ്. ഹലോ ഗൈസ്. സ്വർഗത്തിലോ നരകത്തിലോ സന്തോഷത്തിൽ സ്റ്റിച്ച് ചെയ്തിരുന്നതാണ്. ഈ ടീഷർട്സ് ഒക്കെ അവര് സെക്കൻഡ്സിന് റെഡിയാക്കി കൊടുക്കുന്നതാണ്. എന്തെങ്കിലും നമ്മളെ മോഡൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മോഡൽസ് ഉണ്ടാവും അല്ലേ. ലേഡി നടത്തുന്ന ഷോപ്പാണ് നമ്മുടെ. നമ്മളെ ശിവനൊക്കെ ഉണ്ടല്ലോ. ബൂബ് വേണോ?
Crazy guy. If you guys want to keep it or you'd like a shot together, we'll print it right away and it's only donation. Do whatever you want. പിടിച്ചോട്ട് പോണേ, പിടിച്ചോട്ട് പോണേ. ഇത് മുനിസിപ്പാലിറ്റിയുടെ ആയിരിക്കും അല്ലേ? കമ്പനിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. അല്ല ഇതില് എന്താ നമ്മള് റീചാർജ് ചെയ്യണം? ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജിലാണ്. അടുത്ത ചാർജ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ഓടിക്കാം. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ. എന്തോ ഇത് കൊട്ടാരോ? അല്ല, നമ്മള് മറ്റേ കണ്ട ചർച്ചിന്റെ ബാക്ക് സൈഡ് ആണെന്നാ തോന്നുന്നത്. വാവ്, ഒരു നല്ലൊരു തണൽ കേട്ടോ. അതിന്റെ ഇത് ബോട്ടിങ്ങിന്റെ ഏരിയ ആണോ? ഈ ബോട്ട് ഇനി ഒരാൾ ലോക്ക് ചെയ്യുന്നുണ്ടോ? ലോക്ക് വരുന്നുണ്ടോ? ലോക്ക് ആയതിനു ശേഷം വെള്ളം താഴത്തോട്ട് പോയിട്ട് ഇങ്ങനെ അടിയിലോട്ട് വീണ്ടും ഇറക്കും. ഓക്കെ ഓക്കെ. നമ്മുടെ സൂയിസ് കനാലിന്റെ ഈ സെയിം ടെക്നോളജി യൂസ് ചെയ്യുന്നത്. മോളിൽ നിന്ന് താഴേക്ക് വന്നപ്പോഴത്തേക്ക്, ഈ തണലിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ആശ്വാസം എന്നറിയാമോ അല്ലേ? അയ്യോ കിട്ടില്ല. ചിൽ ചിൽ. ഇവിടെയാണ് ഈ ബോട്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. ഇതൊക്കെ ഈ ബോട്ടിൽ പോവാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ടൂറിസ്റ്റ്. നമ്മളാരാ? അത് നമ്മളവിടെ ടൊറന്റോയില്, ഒട്ടാവയില് നമ്മൾ ടൂറിസ്റ്റ്. ഇതാ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു 5-6 ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബോട്ട് ഇവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്ത് ആ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പോൾ ബോട്ട് വളരെ ഹൈറ്റിൽ നിൽക്കുകയാണ്. ഈ വെള്ളം ഇനി തുറന്നു വിട്ട് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ബോട്ട് തരും. സംഭവം ഇതുപോലെ ഒരു 6-7 ഗേറ്റ് ഉണ്ട്. ഇത് തുറന്നായിരിക്കും ആ റിവറിലേക്ക് പോകുന്നത്. എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ട് എന്ത് ഹൈറ്റിൽ നിൽക്കുക നോക്കി. ഇത് ഹോട്ടൽ എന്തോ ആണെന്ന് തോന്നുന്നു. ഇയാള് ഇത് ക്ലോസ് ചെയ്യുന്നതാണ്. ഇതാ ഇവിടെ വെള്ളം കെട്ടി. ഇതാ ഈ ഹൈറ്റിൽ ഇതാ ഇവിടെ വെള്ളം ഉണ്ടാവും. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം താഴത്തേക്ക് പോരും. അപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം കെട്ടും. ആ ബോട്ട് ഇങ്ങോട്ട് വരും. അതായത് ഇതിപ്പോ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇതാ വെള്ളം ഹൈറ്റിലേക്ക് വരുന്നുണ്ട്. ഇനി അവിടെ നിന്ന് വരുന്ന ബോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഈ ഗേറ്റ് തുറന്നു വിടും. അങ്ങനെ പൊക്കോണ്ടിരിക്കും. വെരി ഹാർഡ് വർക്ക്. നമ്മള് കാണുന്ന പോലെ വലിയ എളുപ്പമല്ല.
പെൺകുട്ടികളും ഇവരൊക്കെയാ നല്ല ചെറുപ്പക്കാരാ നമ്മളെ പോലെ. അപ്പോൾ എന്താ പറയുക, ഇവരൊക്കെ 6 മാസം ഈ സമ്മറിൽ മാത്രമേ ഇവർക്ക് ഇവിടെ ഇതിലൊക്കെ വർക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ വേറെ വർക്കിലൊക്കെ ആയിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും കൊള്ളാം. അമ്മ എന്താടാ ആര് റാബിറ്റ്? ഇതാ അമ്മുന്റെ റാബിറ്റ് മോനി. പേരെന്താടാ? ലില്ലി. അത് ബോയ് ആക്കോടാ, ബോയ്. കാലത്ത് നമ്മൾ മിസ്സായ പരിപാടി ഇതാ നടക്കുന്നു. അങ്ങനെ നമ്മുടെ ഒട്ടാവയില് യാത്ര അവസാനിച്ചിരിക്കുന്നു. കാഴ്ചകൾ അതന്നെ. അപ്പോ യാത്രകൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും ഒട്ടാവയിൽ വന്ന് 2 days നിൽക്കാൻ താല്പര്യപ്പെടുന്നു. എനിവേ അപ്പൊ വീട്ടില് നമ്പറൊക്കെ ഉണ്ടല്ലോ. അപ്പോ അച്ഛനോട് പറയാം. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ക്ഷീണിതന്മാരാണ്. നമ്മളെ ഡ്രൈവർ മാത്രം ഒരു ക്ഷീണവുമില്ല, കുഴപ്പമില്ല. പുള്ളി വണ്ടി ഓടിച്ചോളൂ. പുള്ളി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആംബ്രോ മുതലാളി ഇരിക്കുന്നതുണ്ടോ, അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഒന്നും അറിയുന്നില്ല. അവൻ ഇത്രയും ചെറുതിലേ ഇതൊക്കെ കണ്ട് ഒട്ടാവയിലൊക്കെ വന്ന് മൗണ്ടയിലൊക്കെ പോയി കാനഡ ഫുള്ള് കറങ്ങി ഫുള്ള് കാണുക. ഇനിയിപ്പോ ഇന്ത്യയിലേക്ക് പോകും. അവൻ ഫുള്ള് ട്രാവലിങ്ങാ. എന്തായാലും അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി 4.5 മണിക്കൂറത്തെ യാത്രയുണ്ട് നമ്മുടെ ഓൾഡ് ക്യൂബക്കിലേക്ക്. അവിടെ നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലല്ല, 7 സ്റ്റാർ ആണോ അത്? 10 സ്റ്റാർ. അപ്പോൾ അവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതെ. അപ്പോൾ നമ്മൾ അതൊക്കെ കവർ ചെയ്ത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലപോലെ ക്ഷീണം മാറി ഉറങ്ങണം. അപ്പം ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഉറങ്ങണം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. അപ്പം അത് കഴിഞ്ഞാണ്. അപ്പം ഞാൻ ഇനി ഒരു ധ്യാന അവസ്ഥയിലേക്ക് പോകാൻ പോവാണ്. എനിക്ക് ഇച്ചിരി ധ്യാനിക്കണം. അപ്പൊ എന്നെ ആരും ശല്യം ചെയ്യരുത്. ഓക്കെ. ഒരാള് കൂളിംഗ് ക്ലാസ് വെച്ച് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അയാള് ഉറങ്ങില്ല, നോക്കട്ടെ. ഓക്കെ. ഞാൻ ധ്യാനത്തിൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ മെഡിറ്റേഷനാണ്. ആര് ചലിച്ചാലും എനിക്കറിയാൻ പറ്റും. ഓക്കെ. എന്ത് ഇതുണ്ടെങ്കിലും ധ്യാനത്തിൽ എനിക്ക് ജെറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിതാ എവിടെ എത്തിയിരിക്കുക? എല്ലാം ക്ലിയർ ഇരിക്കുക. സമയം 1 ആയി. യെസ്, 1 മണി. ഇവിടെ എത്തിയപ്പോൾ 11 മണിയായി. പിന്നെ ഫുഡ് മേടിക്കാനും പിസയൊക്കെ മേടിച്ചു. അപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂർ വണ്ടിയിലായിരുന്നു. കാര്യം മോൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുകയും അവൻ കരയൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഇറങ്ങിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. ഇനി എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നാളെ നമ്മുടെ ഓൾഡ് ക്യൂബക്കിലെ 2nd വീഡിയോയിൽ വരും. ഇനി എന്തായാലും ഇന്ന് അടിപൊളിയായിരുന്നു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ലൈനപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും
എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്ക്. അപ്പം എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.